കാലത്ത് ഇരട്ടച്ചങ്കൻ, ക്യാപ്റ്റൻ, പാർട്ടിയുടെ അവസാന വാക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ അണികൾക്ക് രോമാഞ്ചം വരുമായിരുന്ന ഒരു നാടുണ്ടായിരുന്നു ഇവിടെ. പിണറായി വിജയൻ ഒന്ന് കണ്ണുരുട്ടിയാൽ അല്ലെങ്കിൽ ഒന്ന് തൊണ്ടയനക്കിയാൽ സംസ്ഥാന കമ്മിറ്റി മുതൽ ബ്രാഞ്ച് കമ്മിറ്റി വരെയുള്ള സഖാക്കൾ ശ്വാസം അടക്കിയിരിക്കുമായിരുന്നു. എന്നാൽ കാലം പോയ പോക്കെ ആ CPM-ൽ നിന്നാണ് ഇപ്പോൾ ഒരു ഒന്നാന്തരം തല്ലുമാല സിനിമയെ വെല്ലുന്ന തിരക്കഥ പുറത്തു വരുന്നത്. പണ്ട് പിണറായിക്കെതിരെ ഒരു വാക്ക് പറയാൻ മടിച്ചവർ ഇന്ന് ആലപ്പുഴയിലെ പാർട്ടി ഓഫീസിലിരുന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം അടിയന്തരമായി ഒഴിഞ്ഞു തരണമെന്ന് പരസ്യമായി വിളിച്ചു പറയുകയാണ്. പിണറായിക്ക് ഇപ്പോൾ പാർട്ടിയിൽ ഒരു വിലയുമില്ലേ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ആദ്യമൊക്കെ പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ ജനങ്ങൾ കേൾക്കണമായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വന്തം പാർട്ടിയിലെ അണികൾ പോലും മുഖത്തോട് മുഖം നോക്കി വിമർശിക്കുകയാണ്. ഇതിനെല്ലാം പുറമെ പാർട്ടിയുടെ വലിയ സാരഥിയായ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് കിട്ടിയ ലേബൽ എന്താണെന്നറിയാമോ? ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിലവാരം പോലും ഇല്ലാതെയാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്നാണ് ആലപ്പുഴയിലെ സഹാക്കൾ തന്നെ അടിവരയിട്ട് പറയുന്നത്. ഇതോടെ പാർട്ടിക്കകത്ത് ഇപ്പോൾ ഒടുക്കത്തെ തമ്മിൽ തല്ലാണ് നടക്കുന്നത്. ശരിക്കും എന്താണ് CPM-ൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയതോടെ പാർട്ടിക്കുള്ളിലെ സകല നിയന്ത്രണങ്ങളും കൈവിട്ടുപോയ അവസ്ഥയിലാണ്. തോൽവിയുടെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കുമെന്ന ചോദ്യം വന്നപ്പോൾ എല്ലാവരും കൂടി നേരെ വിരൽ ചൂണ്ടുന്നത് പിണറായി വിജയനും MV ഗോവിന്ദനും നേരെയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കി നിയമിച്ച പാർട്ടിയുടെ തീരുമാനം ചരിത്രത്തിലെ ഏറ്റവും വലിയ അബദ്ധമായി പോയി എന്നാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്ന പ്രധാന ആക്ഷേപം. മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കാണിച്ച അതേ ശരീരഭാഷയോടെ പ്രതിപക്ഷത്തിരുന്നാൽ ജനങ്ങൾ അത് വെച്ചു കുറിപ്പിക്കില്ലെന്നും നേതാക്കളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ ജനങ്ങളെ ശത്രുക്കളായി കാണുന്ന മട്ടിലാണെന്നും സഖാക്കൾ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പിണറായി വിജയൻ എത്രയും പെട്ടെന്ന് ആ കസേര ഒഴിഞ്ഞു തരണമെന്നാണ് താഴെത്തട്ടിൽ നിന്നുള്ള ആവശ്യം. പാർട്ടിക്ക് ഈ ദയനീയ തിരിച്ചടി കിട്ടാൻ കാരണം സംസ്ഥാന ലീഡർഷിപ്പിന്റെ അഹങ്കാരവും തെറ്റായ തീരുമാനങ്ങളുമാണെന്ന് ജില്ലാ നേതാക്കൾ തുറന്നടിക്കുകയാണ്. ഇനി നമുക്ക് പാർട്ടിയുടെ ക്യാപ്റ്റനെ മാറ്റിവെച്ച് വൈസ് ക്യാപ്റ്റനായ MV ഗോവിന്ദന്റെ കാര്യം നോക്കാം. ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് മൈക്ക് കാണുമ്പോൾ വിപ്ലവ സിദ്ധാന്തങ്ങൾ വിളമ്പുന്ന ഗോവിന്ദൻ സഖാവിനെ സ്വന്തം പാർട്ടിയിലെ ആളുകൾ തന്നെ ഇപ്പോൾ നാണം കെടുത്തുകയാണ്. ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിലവാരം പോലും ഇല്ലാതെയാണ് സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുന്നത് എന്നാണ് ആലപ്പുഴയിലെ യോഗത്തിൽ ഉയർന്ന ഏറ്റവും വലിയ ട്രോൾ. ഇതിലപ്പുറം ഒരു നാണക്കേട് ഇനി ഒരു പാർട്ടി സെക്രട്ടറി കിട്ടാനില്ല. പോരാത്തതിന് സ്വന്തം ഭാര്യയായ PK ശ്യാമളയെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറക്കിയ ബുദ്ധി ആരുടേതായിരുന്നു എന്നാണ് ഇപ്പോൾ അണികൾ ചോദിക്കുന്നത്. അത് പാർട്ടിയെ വലിയൊരു കുഴിയിലാണ് ചാടിച്ചത്. കൂടാതെ മുതിർന്ന നേതാവ് AK ബാലൻ ഇടയ്ക്കിടെ നടത്തുന്ന ചില തത്വചിന്താപരമായ അനാവശ്യ പരാമർശങ്ങൾ കാരണം ന്യൂനപക്ഷങ്ങൾ പാർട്ടിയെ കൈവിട്ടുവെന്നും വിമർശനമുണ്ട്. നേതാക്കൾ പത്രസമ്മേളനം നടത്തുമ്പോൾ വിചാരിക്കുന്നത് തങ്ങൾ വലിയ കാര്യമാണ് പറയുന്നതെന്നാണ്. എന്നാൽ വോട്ട് പെട്ടി തുറന്നപ്പോൾ മാത്രമാണ് കാര്യം മനസ്സിലായത്. ഇവിടെയാണ് അണികളും ജനങ്ങളും ചോദിക്കുന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം വരുന്നത്. തുടർച്ചയായി 10 വർഷം ഇവിടെ ഭരിച്ചിട്ട് നിങ്ങൾ എന്താണ് ഉണ്ടാക്കിയത്? 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞ് വോട്ട് ചോദിക്കാൻ പോയ സഖാക്കൾക്ക് ജനങ്ങൾ വച്ചുകൊടുത്തത് ഒന്നാന്തരം പൂട്ടാണ്. തോൽവിയുടെ കാരണം തേടി CPM-ന്റെ സംസ്ഥാന നേതൃത്വം വേറെ എവിടെയും പോവേണ്ടതില്ല. കാരണം തിരക്കി ആരും കാട് കയറുകയും വേണ്ട. ഇവിടെ ജനങ്ങളെ വെല്ലുവിളിച്ചും അഹങ്കാരം കാണിച്ചും വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചും മുന്നോട്ട് പോയതിന്റെ കൃത്യമായ പ്രതിഫലമാണ് ജനങ്ങൾ ഇത്തവണ വോട്ടിലൂടെ തന്നത്. 10 വർഷം കയ്യിൽ കിട്ടിയിട്ടും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം നേതാക്കളുടെ ധാർഷ്ട്യം മാത്രമാണ് ഇവിടെ വളർന്നത്. അതുകൊണ്ട് തോൽവിയുടെ യഥാർത്ഥ കാരണം നിങ്ങളുടെ ഈ കയ്യിലിരിപ്പ് തന്നെയാണെന്ന് അണികൾ ഇപ്പോൾ പരസ്യമായി വിളിച്ചു പറയുകയാണ്. ഈ പോക്കാണ് പോകുന്നതെങ്കിൽ ഇനിയൊരിക്കലും കേരളത്തിൽ പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ലെന്ന വലിയൊരു ബോധോദയം ഇപ്പോൾ ആലപ്പുഴയിലെ സഖാക്കൾക്ക് വന്നിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റി അടിയന്തരമായി പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കണമെന്നാണ് ഇപ്പോഴത്തെ പ്രധാന ഭീഷണി. ആലപ്പുഴയിലെ തമ്മിൽ തല്ല് അവിടെയും തീരുന്നില്ല. സംസ്ഥാന നേതൃത്വത്തെ അങ്ങോട്ട് ചീത്ത വിളിക്കുമ്പോൾ ജില്ലാ സെക്രട്ടറി R നാസറിനെയും കായംകുളം മുൻ MLA U പ്രതിഭയെയും ഇങ്ങോട്ട് വലിച്ചു കീറുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം ജില്ലാ സെക്രട്ടറി നടത്തിയ പ്രതികരണങ്ങൾ തികച്ചും അനുചിതമായിരുന്നു എന്നാണ് വിലയിരുത്തൽ. സലാം, PV ചിത്തരഞ്ജൻ എന്നിവരുടെ പരാജയവുമായി ബന്ധപ്പെട്ടില്ലാത്ത കഥകൾ ജില്ലാ സെക്രട്ടറി ഉണ്ടാക്കി പറയുകയാണെന്ന് യോഗത്തിൽ കടുത്ത തർക്കമുണ്ടായി. ഇതിനിടയിലാണ് സോഷ്യൽ മീഡിയയിലെ താരം U പ്രതിഭയുടെ എൻട്രി. തോൽവിക്ക് പിന്നാലെ പ്രതിഭ നടത്തിയ പരസ്യ പ്രതികരണങ്ങൾ പാർട്ടിയെ മൊത്തത്തിൽ നാണം കെടുത്തുന്ന രീതിയിലായിരുന്നു എന്നാണ് സെക്രട്ടേറിയറ്റിന്റെ കണ്ടെത്തൽ. പാർട്ടിയിലെ ആഭ്യന്തര വിഭാഗീയതയും സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളും കാരണം ആലപ്പുഴയിൽ പാർട്ടി തകർന്നടിഞ്ഞു എന്ന് ചുരുക്കം.
ഇതിനെല്ലാം ഇടയിലാണ് പാർട്ടിയുടെ പഴയ സിംഹം ജി സുധാകരന്റെ പേര് ഉയർന്നു വരുന്നത്. സുധാകരനെ തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാക്കാതിരുന്നതും സ്ഥാനാർത്ഥിയാക്കാതിരുന്നതുമാണ് ആലപ്പുഴയിലെ കനത്ത പരാജയത്തിന് പ്രധാന കാരണമെന്ന് ഇപ്പോൾ എല്ലാവരും സമ്മതിക്കുകയാണ്. യോഗത്തിൽ ഉയർന്ന ഒരു രസകരമായ നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ സുധാകരനെ ആദ്യമേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമായിരുന്നു, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം വിട്ടുനിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ കാല് പിടിച്ചിട്ടാണെങ്കിലും കൂട്ടണമായിരുന്നു എന്നാണ്. സുധാകരനെ മത്സര രംഗത്തിറക്കി മണ്ഡലങ്ങൾ തിരിച്ച് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഫലം മറ്റൊന്നാകുമായിരുന്നു എന്ന് ഇപ്പോൾ വിലപിച്ചിട്ട് എന്ത് കാര്യം? അമ്പലപ്പുഴയിൽ ജി സുധാകരൻ, കായംകുളത്ത് CS സുജാത, ആലപ്പുഴയിൽ R നാസർ, അരൂരിൽ തോമസ് ഐസക് എന്നിവരെയായിരുന്നു മത്സര രംഗത്ത് ഇറക്കിയേണ്ടിയിരുന്നത് എന്നാണ് ഇപ്പോഴത്തെ ഏറ്റുബുദ്ധി. ഈ രീതിയിൽ കൃത്യമായ സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരുന്നെങ്കിൽ കളി മാറിയേനെ എന്ന് പറഞ്ഞ് ഇപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് നേതാക്കൾ. ചുരുക്കം പറഞ്ഞാൽ, അച്ചടക്കത്തിന്റെ കാര്യത്തിൽ വലിയ ക്ലാസുകൾ എടുക്കുന്ന CPMന്റെ ഉള്ളിൽ ഇപ്പോൾ നടക്കുന്നത് അടിയോടടി, തമ്മിൽ തല്ലോട് തല്ലാണ്. മുകളിലിരിക്കുന്ന പിണറായി വിജയനെയും MV ഗോവിന്ദനെയും താഴെയുള്ള സഖാക്കൾക്ക് ഇപ്പോൾ ഒരു വിലയുമില്ലാത്ത അവസ്ഥയാണ്. 10 വർഷം ഭരിച്ചിട്ടും ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന യാഥാർത്ഥ്യം ജനങ്ങൾ ഓർമ്മിപ്പിച്ചപ്പോൾ മാത്രമാണ് നേതാക്കൾക്ക് കണ്ണു തുറക്കുന്നത്. അഹങ്കാരവും ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ശൈലിയും മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്ന് പാർട്ടിക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു. ക്യാപ്റ്റന്റെ ഇരട്ടച്ചെങ്കിലും സംസ്ഥാന സെക്രട്ടറിയുടെ വിപ്ലവ പ്രസംഗങ്ങൾക്കും ഏറ്റ വൻ തിരിച്ചടിയാണ് പാർട്ടിക്കുള്ളിലെ ഈ പുതിയ കലാപം. വരും ദിവസങ്ങളിൽ ഈ തമ്മിൽ തല്ല് എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ പരാജയത്തിന്റെ ആഴം അളക്കാൻ സംസ്ഥാന നേതൃത്വം ഇനിയൊരു പ്രത്യേക സമിതിയെയോ അന്വേഷണ കമ്മീഷനെയോ ഒന്നും വെക്കേണ്ട കാര്യമില്ല. കാരണം സഖാക്കൾ എത്ര മൂടി വെക്കാൻ നോക്കിയാലും ഈ തകർച്ചയുടെ യഥാർത്ഥ റൂട്ട് മാപ്പ് കിടക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തെ ആ ഭരണസിരാ കേന്ദ്രത്തിലാണ്. 10 വർഷം തുടർച്ചയായ ഒരു ഭരണം കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ അതൊരു ചെറിയ ഭാഗ്യമല്ല. സാധാരണക്കാരായ മനുഷ്യർ മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് വെള്ളിത്താളത്തിൽ വെച്ചു തന്ന അധികാരമായിരുന്നു അത്. എന്നാൽ ആ 10 കൊല്ലം കൊണ്ട് ഇവിടെ സാധാരണക്കാരന് എന്താണ് കിട്ടിയത്? കയ്യിലിരുന്ന പൈസ കൊടുത്തു വാങ്ങിയ റേഷൻ കാർഡും കടം വാങ്ങി തുടങ്ങിയ കച്ചവടത്തിന് മുന്നിൽ ചുവപ്പ് നാട കുരുങ്ങിയ ഫയലുകൾ മാത്രമാണ് മിച്ചം. ഭരണം കൊഴുത്തപ്പോൾ താഴെത്തട്ടിൽ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ കാണാൻ മുകളിൽ എയർ കണ്ടീഷണർ മുറിയിൽ ഇരിക്കുന്ന വലിയ നേതാക്കളുടെ കണ്ണുകൾക്ക് പവർ പോരാതെ പോയി. സെക്രട്ടേറിയറ്റിന്റെ പടവുകൾ കയറാൻ സാധാരണക്കാരൻ പാടുപെടുമ്പോൾ ഇവിടെ കോർപ്പറേറ്റുകൾക്കും സ്വന്തക്കാർക്കും വേണ്ടി ചുവപ്പ് പരവതാനി വിരിക്കുന്ന തിരക്കിലായിരുന്നു ഭരണകൂടം. ജനങ്ങളുടെ നെഞ്ചത്തുകൂടി വികസനത്തിന്റെ ബുൾഡോസർ ഓടിച്ചപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്താലും ഈ ജനങ്ങൾ വോട്ട് ചെയ്തോളും എന്നൊരു കടുത്ത ആത്മവിശ്വാസം നേതാക്കളുടെ തലയ്ക്ക് പിടിച്ചിരുന്നു. ആ അഹങ്കാരത്തിന് ജനങ്ങൾ ഇട്ട പൂട്ടാണ് ഈ കാണുന്ന വോട്ട് പെട്ടികളിലെ ശൂന്യത. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? 10 കൊല്ലം ഭരിച്ചിട്ടും ഇവിടെ എന്തെങ്കിലും മാറ്റമുണ്ടായോ? അതോ ഈ പതനം പാർട്ടി ചോദിച്ചു വാങ്ങിയതാണോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.